ഹലോ നമസ്കാരം. രഥസ്വാമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ പവിത്രത്തിൻ്റെ കഥ എപ്പോഴാണ് വന്നിട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ വളരെയേറെ സങ്കടകരമായ സംഭവ വികാസങ്ങളാണ് നടന്നത്. നമ്മളെ അനിയൻകുട്ടൻ മരിക്കുകയാണ്. അതാണ് ഏറ്റവും വിഷമകരമായ ഒരു സംഭവം. ഞാൻ കഥ മുഴുവനായിട്ട് പറയാം. അപ്പോൾ ഈ ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, കാരണം സ്വത്ത് മുഴുവനെ ശ്രീകാന്തിൻ്റെ പേർക്ക് വരാൻ വേണ്ടിയിട്ട് അത് ഒപ്പിട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് തല്ലിയത് മുഴുവൻ. ഒരുപാട് തല്ലുന്നുണ്ട്. വേദയല്ല തല്ലുന്നത്, വിക്രമിനെയാണ് തല്ലുന്നത്. തല്ലുമ്പോഴും വിക്രം പറയും ഒപ്പിട്ട് കൊടുക്കല്ലേ വേദ, ഒപ്പിട്ട് കൊടുക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഒരു രക്ഷയില്ല, അടിയാണ്. അപ്പോൾ അറിയോ, നീ ഉടുമ്പിൻ്റെ ജന്മമാണ് നിനക്ക്. അയാളുണ്ടല്ലോ ചന്ദ്രശേഖരൻ. അപ്പോൾ അയാൾ പറയുന്നത് ഉടുമ്പിൻ്റെ നിനക്കല്ല വേദനിക്കുക, നിന്നെ സ്നേഹിക്കുന്നവരെ തൊടുമ്പോഴാണ് നിനക്ക് വേദനിക്കല്ലേ. ആ വടി ഇങ്ങോട്ട് കാട്ടട അറിയുമ്പോൾ അതിൻ്റെ മുന്നേ അതിനെ അനിയൻകുട്ടനെ ഒത്തിരി തല്ലിയിട്ടുണ്ടാവും, കെട്ടിയിട്ടിട്ടുണ്ടോ. എന്നിട്ട് പിന്നെയും അതിനെ അടിയാണ്. അടിക്കുമ്പോൾ വേദ പറയും വേണ്ട, തല്ലണ്ട പറയും, ഞാൻ ഒപ്പിട്ട് തരാം, ഒന്നും ചെയ്യല്ലേ എന്ന് പറയും. ഇപ്പോൾ വിക്രമിനെ ഇഞ്ച ചതയ്ക്കും പോലെയാണ് ചതയ്ക്കുന്നത്. അതുപോലെ അനിയൻകുട്ടനെയും ആകപ്പാടെ എത്രയേ ഉള്ളൂ അത് പാവം. അതിനെ ഒരു ഉൾവടി ഇട്ടിട്ട് അതിനെ അടിച്ച് ശരിയാക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ സേതു കണ്ണീർമലയിലേക്ക് ഇവരോട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാകുമല്ലോ. പിന്നെ സേതുവിനോട് ഞങ്ങൾ അവിടെ ഉണ്ടാവും, നീ ഇന്ന് അങ്ങോട്ട് വരുമെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ എന്നാൽ ഞാനും വരാം കണ്ണീർമലയിലേക്ക് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സേതുവിൻ്റെ ഫ്രണ്ടിനോട് സംസാരിച്ച് അവിടെ നിന്ന് ഹോട്ടലുണ്ടല്ലോ, ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ പറയും വേറെ ഒരു വഴി പോകണ്ട, അതിൽ പോകുമ്പോൾ അവിടെ ബ്ലോക്കാണ്, ഇപ്പുറത്തെ വഴി കൂടെ പോയാൽ മതി, എന്നാൽ നേരെ അങ്ങോട്ട് ചെല്ലും. ഇപ്പം അങ്ങനെ ആരും അവിടെ പോകുന്നില്ല. ഇപ്പോൾ ഒരു പെൺകുട്ടി ഇവിടെ പോയിട്ട് വഴി തെറ്റിയിട്ട് കാട്ടിലൊക്കെ പോയിട്ട് 3-4 ദിവസം കഴിഞ്ഞപ്പോഴാണ് ആ കുട്ടിയെ കിട്ടിയണത് എന്നൊക്കെ പറയും. അപ്പോൾ പറയും ഞാൻ നോക്കി പോവാം, എന്തായാലും അവരുണ്ടല്ലോ അവിടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സേതു വരികയാണ് ജീപ്പ് എടുത്ത് സേതു വരുന്നത് താഴെയാണ്. ഇവരെ കെട്ടിയിട്ടിരിക്കുന്നത് മരത്തിൻ്റെ ഒരു മുകളിൽ, കുന്നിൻ്റെ മുകളിൽ. അപ്പോൾ കുന്നിൻ്റെ മുകളിൽ വന്നിട്ട് സേതു ഇങ്ങനെ പറയും വഴി തെറ്റിയോ ഇതിങ്ങനെ ചോദിച്ചിട്ട് അവിടെയൊക്കെ ഇങ്ങനെ തിരയുമ്പോൾ ഈ വേദ കരയുന്ന ശബ്ദം കേൾക്കുകയാണ് കേട്ടോ. അപ്പോൾ സേതു നോക്കുമ്പോൾ ഇവരെല്ലാവരും കൂടെ വളഞ്ഞിട്ട് അടിക്കുകയാണ്. അപ്പോൾ സേതുവിന് അപകടം മനസ്സിലാവാണ് കേട്ടോ. അങ്ങനെ സേതു വേഗം ജീപ്പ് എടുത്തിട്ട് ആ റൂട്ട് തിരിച്ച് വന്ന വഴിയിൽ നിന്ന് തിരിച്ചിട്ട് വേറെ റൂട്ട് കയറി പോരുകയാണ്. വേറെ റൂട്ടിലേക്ക് കയറുമ്പോഴേക്കും വേദ പറയും ഞാൻ ഒപ്പിട്ട് തരാം, അവരെ ഉപദ്രവിക്കുന്നത് ഒപ്പിട്ട് തരാമെന്ന് പറയും. കാരണം ഇവരുടെ പ്ലാൻ എന്താ വെച്ചാൽ മറ്റേ വിക്രമിനെയും വേദേനെയും അനിയൻകുട്ടനെയും കൊല്ലുക. അതായത് അനിയൻകുട്ടനെ ഇവൻ കൊന്നിട്ട് വിക്രമ വേദ ആത്മഹത്യ ചെയ്തു. അങ്ങനെ ആക്കാണ് ഇവരുടെ പരിപാടി. അപ്പോൾ ഈ മറ്റേ റോബിനല്ല, എന്താ അയാളുടെ പേര്, മറ്റേ മാനേജർ ഉണ്ടല്ലോ, അവനും ഉണ്ട്, ഇവനെ അടിക്കാനൊക്കെ അവനും നിൽക്കുന്നുണ്ട് കേട്ടോ കൂടെ. പക്ഷേ അവനൊരു പേടിത്തൊണ്ടനാന്ന് മനസ്സിലായി കേട്ടോ. അങ്ങനെ അയാളും കൂടെ വരികയാണ്. അപ്പോൾ അങ്ങനെ വേദ എന്നാൽ പിന്നെ നേരെ ഇങ്ങോട്ട് ഒപ്പിടാന്ന് പറഞ്ഞിട്ട് വേദയെ കാറിലേക്ക് കൂട്ടിക്കൊണ്ട് വരികയാണ്. അവിടെ ഇരുന്ന് ശരിക്ക് ഒപ്പിടാൻ വേണ്ടി കാറിലേക്ക് കൂട്ടിക്കൊണ്ട് വരിക കെട്ടൊക്കെ കഴിച്ചിട്ട്. അപ്പോഴാണ് നമ്മളുടെ സേതു വരുന്നത്. സേതു ജാക്കിലിവർ എടുക്കുന്നുണ്ട്. അങ്ങനെ ഈ വേദയെ കൊണ്ടുവരുന്ന ഈ സമയത്താണ് നമ്മളുടെ സേതു വരുന്നതും ലിവറും കൊണ്ട് ഒരൊറ്റ എറിയുന്നത്. അങ്ങനെ എറിഞ്ഞ് നോക്കുമ്പോൾ ശ്രീകാന്ത് കാർ കയറി നിന്നിട്ടുണ്ടാവും. വേദയെ പിടിച്ചുകൊണ്ട് ഒരുത്തനാണ് കിട്ടുന്നത്. അപ്പോഴേക്കും ശ്രീകാന്തും ഇറങ്ങി വരുന്നുണ്ടായാലും ശ്രീകാന്തിനിട്ട് നല്ലൊരു ചവിട്ട് കൊടുക്കുന്നുണ്ട് സേതു. അങ്ങനെ അവിടുന്ന് പൊരിഞ്ഞ അടി നടക്കുകയാണ്. അപ്പോഴേക്കും വേദ പോയിട്ട് വിക്രമിനെ അഴിക്കാൻ വേണ്ടി പോകും. അപ്പോഴേക്കും വിക്രമൻ പിന്നെ അടിക്കണേ. ജോബിയാണ്. അതിൽ ജോബി വേദയെ പിടിക്കാൻ വരുമ്പോൾ വേദയുടെ കയ്യിലൊരു റോൾ തടി പോലെ ഒരു വടി കിട്ടണം. അത് വെച്ചിട്ട് നല്ല കണക്കിന് അവനും കൊടുക്കും, അവനും ഓടും. അവിടുന്ന് പിന്നെ വിക്രമിനെ കണ്ട് കെട്ടഴിച്ച് നല്ല കുതിര തല്ല്. കാരണം വിക്രമൻ ഒരു പ്രാവശ്യം ഇവനെ അടിക്കാൻ പിടിച്ചതാണ്, അന്ന് പിന്നെ വെറുതെ വിട്ടു. അപ്പോൾ ഇവൻ തല്ലിനപ്പോഴാണ് ജോബിക്ക് പേടിയാവുന്നത്. അങ്ങനെ അവിടുന്ന് അടിക്കൂട്ടടി അടിച്ചടിച്ച് അവസാനം ഈ ചന്ദ്രശേഖരനെയാണ് കിട്ടും. ചന്ദ്രശേഖരനെ വട്ടം പിടിക്കുന്നുണ്ട്. ചന്ദ്രശേഖരനെ വട്ടം പിടിച്ചിട്ട് ഒറ്റ തള്ളി നിന്നെ തള്ളിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതോടുകൂടി എല്ലാം അവസാനിക്കും, പക്ഷെ ഞാനത് ചെയ്യാത്തത് അവളെ ഓർത്തിട്ട് മാത്രമാണെന്ന് അറിയാം. അങ്ങനെ അപ്പോഴേക്കും ആ ഒരു സെക്കൻഡിൽ ഇയാൾ കാല് വള്ളി വെച്ച് വിക്രമിനെ തള്ളി വീഴ്ത്തുക. അപ്പോൾ ഒരു കൊക്ക പോലൊരു ഇതാണ്, ഇങ്ങനെ ഒരു ചായ്വ് പോലുള്ളൊരു സ്ഥലമാണ്, ഒരു ചരിവ്. അപ്പോൾ അവിടേക്ക് വീഴുന്ന സമയത്ത് ഇയാളെ വട്ടം പിടിക്കുന്ന സമയത്ത് നമ്മളെ വിക്രം വിളിച്ച് പറയുന്നുണ്ട് അനിയൻകുട്ടനോട്, അനിയൻകുട്ടാ നീ പോലീസിനെ വിളിച്ച് പറ ആരാണ്
പിന്നെ പുളിക്കനെ കൊന്നത് ആരൊക്കെയാണെന്ന് വിളിച്ച് പറ നീ പോലീസിൻ്റെ അടുത്ത് എന്ന് പറയും. ആ ശരി എന്ന് പറയുമ്പോഴേക്കും ഇയാൾ ആ ശ്രദ്ധ, കാരണം ഇവൻ്റെ വിക്രമിൻ്റെ ശ്രദ്ധ ഒന്ന് പാളുന്ന സമയത്ത് ഇയാൾ പിടിച്ച് ഇവനെ തള്ളുകയാണ് അത് വിക്രമിനെ. അങ്ങനെ വിക്രം വീഴും. അങ്ങനെ തോക്കെടുത്തിട്ട് ആ ഒരു വെടി നമ്മളെ അനിയൻകുട്ടൻ്റെ നെഞ്ചത്തേക്കാണ് വെടി വയ്ക്കാൻ. അതുകൊണ്ട് കാണുമ്പോൾ വേദ അങ്ങനെ തലകറങ്ങി വേദ വീഴുകയാണ്. വിക്രം നോക്കുമ്പോൾ കയറി വരാൻ വരുന്നുണ്ട്. അപ്പോഴേക്കും അയാൾ വിക്രമിൻ്റെ നേരെ തോക്ക് ചൂണ്ടുമ്പോഴേക്കും സേതു വന്നിട്ടൊരു വടി കൊണ്ട് എറിയുന്നുണ്ട്. എറിഞ്ഞ് അങ്ങനെ ഇത് പോയിട്ട് അവിടുന്ന് ഉഗ്രനും അടിയാണ്. ആ അടിയിൽ ഇയാൾ വീണ സമയത്ത് ബാക്കി എല്ലാവരും ഓടുമ്പോൾ ഈ ചന്ദ്രശേഖരനും ശ്രീകാന്തും കൂടെ വേറെ വഴിക്ക് ഓടുമ്പോൾ ഈ ജോബി പോലീസിനെ വിളിച്ച് പറയുന്നുണ്ട്, പിന്നെ സാറേ ഇവിടെ ആ വിക്രം എന്ന് പറഞ്ഞ ഒരുത്തൻ അവൻ്റെ കൂടുതൽ ആ ചെറിയ മനുഷ്യൻ അയാളെ വെടിവെച്ച് കൊന്നു, ഞാൻ ദൃസാക്ഷിയാണ്, നിങ്ങൾ വേഗം ഇങ്ങോട്ട് വരുന്ന കണ്ണീർമേലയിലാണെന്നൊക്കെ പറഞ്ഞ് പോലീസിനെ വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും പിന്നെ ഇവനെ അനിയൻകുട്ടനെ എടുത്തിട്ട് സേതുവിനെയും അപ്പോഴേക്കും ഇവള് ബോധം കെട്ട് വീണിരിക്കുക. നമ്മുടെ വേദ എടുത്ത് അങ്ങനെ ജീപ്പ് കൊണ്ട് കയറ്റിയിട്ട് സേതുവിനോട് പറയും, നിങ്ങൾ വേഗം പോയിക്കോ, ഞാൻ വന്നോളാന്ന് അറിയാം, അപ്പോൾ നീ നിൽക്കണ്ട, നീ പോരോ അറിയും. അപ്പോൾ ഇല്ല ഞാൻ വരാം, അങ്ങനെ ഈ ശല്യം ഞങ്ങൾക്ക് വേണ്ട, കാരണം ഇവരെ ഓടിച്ചാണ്, ഇവരെ പിടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇത്രയും നാൾ ഒളിവിൽ കഴിഞ്ഞിരുന്നു, ഇനിയിപ്പോൾ ഇവരെ ഇപ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറയുകയാണ്. അങ്ങനെ ഇവൻ വിക്രം ഇവരുടെ ശ്രീകാന്തിൻ്റെയും ചന്ദ്രശേഖരൻ്റെയും പിന്നാലെ ഓടുമ്പോഴാണ് ഈ ജോബി വിളിച്ച് പറയുന്നത്. മറ്റൊരു കാറും കൊണ്ട് ജീപ്പും കൊണ്ട് പോവുകയും ചെയ്യും. അങ്ങനെ ഓടി എന്ത് പറയാം, ജോബി പിന്നെ അവിടെ തന്നെ നിൽക്കുകയാണ്. ചന്ദ്രശേഖരനും കാണുന്നില്ല, ഇവർ എവിടെ ഒരു തോട്ടത്തേക്കാണ് കയറുന്നത്, എവിടെയെന്ന് കാണുന്നില്ല. അപ്പോൾ അവിടെ മറവിൽ നിന്നിട്ട് ഒരു വടി കൊണ്ട് വിക്രമിനെ അടിക്കുക. അങ്ങനെ അവിടെ ഇട്ടിട്ട് വിക്രമിനെ നല്ല അടി അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടുപേരും കൂടെ ചേർന്ന് അവസാനം തോക്ക് വിക്രമിൻ്റെ കയ്യിലുണ്ടാവും. തോക്ക് അവൻ്റെ അടുത്ത് അരയിൽ വെച്ചിട്ടുണ്ടാവേ. ആ തോക്ക് കൊണ്ട് ചന്ദ്രശേഖരനെ വെടിവെക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കാൻ നോക്കിയാൽ ചന്ദ്രശേഖരനെ ഒരു വടി വെച്ച് അടിക്കുന്നുണ്ട് നമ്മളെ വിക്രമിനെ. ആ സമയത്ത് ആ വടി വാങ്ങിയൊരൊറ്റ വലിക്കുകയാണ് നമ്മളെ വിക്രം. അപ്പോൾ അയാൾ അങ്ങനെ തെന്നി അങ്ങനെ അങ്ങോട്ട് വീണ് ഒരു സ്ഥലത്ത് പോയി വീഴുന്നുണ്ട്. അവിടുന്ന് എഴുതിക്കുമ്പോൾ ഇവൻ അച്ഛാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കറിയാം, ഇവൻ്റെ അച്ഛനൊന്നും ചെയ്യല്ലേ എന്ന്. അതൊക്കെ ഒരു പ്ലാൻ ചെയ്തതാണ് തോന്നുന്നു. അങ്ങനെ ഒന്നും ചെയ്യില്ലേ എന്ന് പറയും. ആ ചെയ്യില്ലേ എന്ന് പറയുമ്പോഴേക്കും തോക്ക് എടുക്കുന്നുണ്ട് വിക്രം. ആ തോക്കിൻ്റെ മുകളിലായി പിന്നെ പിടിവലിച്ച് അവസാനം ഇവൻ്റെ കൈയും വിക്രമിൻ്റെ കൈയും കൂടി തോക്കിൻ്റെ കാഞ്ചിയിൽ നിൽക്കുകയാണ്. അതിൽ പൊട്ടിക്കുന്നുണ്ട്, പക്ഷെ അത് വലിക്കുന്നത് ശ്രീകാന്താണ്. അങ്ങനെ വെടി ഇയാൾക്ക് കൊള്ളുന്നു. ഇയാൾക്ക് എവിടെ വെടി കൊണ്ടുവന്ന് അറിയില്ല. അയാൾ അങ്ങനെ ഉരുണ്ട് വീണ് അയാൾ ഷർട്ടിലൊക്കെ ചോര കാണുന്നുണ്ട്, അയാൾ വീണും കാണുന്നുണ്ട്. അപ്പോഴേക്കും പിന്നെ പറയും, എന്തായാലും ഇതായി എൻ്റെ വേദയെ നമുക്ക് അവളെ മേലൊരു തരി മണ്ണ് പോലും വരിയിടാൻ ഞാൻ സമ്മതിക്കില്ലടാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശ്രീകാന്തിനെ വെടി വെച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും പോലീസ് വരികയാണ്. പോലീസ് വന്നിട്ട് വിക്രം അരുത് എന്ന് പറഞ്ഞിട്ട് പിടിക്കുന്നുണ്ട്. അപ്പോൾ പറയും, സാർ എൻ്റെ അയാളെയും അനിയൻകുട്ടനെയും ഇവൻ കൊന്നു, എൻ്റെ അമ്മാവനെയും അച്ഛനെയും കൊന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ വന്നിട്ട് ഭയങ്കര ഷോ കാണിക്കുക. അപ്പോൾ പറയും, ഞാൻ ആരെയും കൊന്നിട്ടില്ല സാർ, ഞാൻ സത്യമായിട്ട് ഞാൻ ആരെയും കൊന്നിട്ടില്ല എന്ന് വിക്രം പറയുന്നുണ്ട്. പക്ഷേ ഈ ജോബി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അനിയൻകുട്ടനെ വെടിവെച്ച് കൊന്നു എന്നുള്ളത്. അങ്ങനെ വിക്രമിനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ശ്രീകാന്ത് നിന്ന് ഭയങ്കര ചിരിച്ചിരിക്കുകയാണ്. അപ്പോൾ അമ്മായി അച്ഛൻ്റെയും മരുമോൻ്റെയും നാടകം തോന്നുന്നു കേട്ടോ അത്. ഇനിയിപ്പോൾ അയാൾക്ക് എവിടെ വെടി കൊണ്ടതെന്ന് അറിയില്ലേ സംഭവം. അയാൾ വീണു, ഉരുണ്ട് പോയി, അയാൾ ദൂരെ പോയി വീണു. അങ്ങനെ അവിടുന്ന് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേദ ഇങ്ങനെ തളർന്ന് കിടക്കുകയാണ്. തളർന്ന് കിടക്കുമ്പോൾ മേരി അടുത്ത് നിന്നിട്ട് ഇങ്ങനെ ശുശ്രൂഷിക്കുന്ന, അതിൽ കണ്ണ് തുറക്കുക. അപ്പോൾ കണ്ണ് വന്നിട്ട് അപ്പോൾ മേരി ചേച്ചി വിക്രം എന്ന് പറയുമ്പോൾ വിക്രം ഇപ്പോൾ വരും മോളെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനിയൻകുട്ടനെ എവിടെയെന്ന് നോക്കിയോ, അനിയൻകുട്ടനുണ്ട് ഇവിടെ ഉണ്ട് എന്ന് പറയും. അപ്പോൾ കുഴപ്പം എന്തെങ്കിലും നോക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഗീവർഗീസ് അങ്ങോട്ട് വരുന്നുണ്ട്. ഗീവർഗീസ് അങ്ങോട്ട് വരുന്ന സമയത്ത് മേരിയോട് പറയും, വേദ ഉണർന്നു എന്ന് പറയും. അപ്പോൾ ഒന്നൊരു കാര്യം, നീ വാച്ചം വിളിക്കുന്നുണ്ട് പറയും. അപ്പോൾ മോൾ ഇവിടെ കിടക്കും, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മേരി അങ്ങോട്ട് ചെല്ലുകയാണ് മറ്റേ ഇവിടത്തേക്ക് പള്ളിയിൽ അച്ഛൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അനിയൻകുട്ടൻ മരിച്ചിരിക്കുന്നു, അനിയൻകുട്ടനെ മേലൊക്കെ ബോഡി കവർ ചെയ്തിട്ട് ഇങ്ങനെ കിടക്കുകയാണ്, മൊത്തം കൂടെയൊക്കെ തുണിയിട്ടിട്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ പറയും, അപ്പോൾ സേതു നിൽക്കുന്നത്. അപ്പോൾ സേതു പറയും, ഞാൻ മാക്സിമം സ്പീഡിലാണ് പോകുന്നത്, പക്ഷേ രക്ഷിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നുണ്ട് അച്ഛനോട്. ഒരു ഹോസ്പിറ്റലിലാണ് കേട്ടോ അവർ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അവർ ഇയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട്, പക്ഷേ അയാളെയും കൊന്നു കളഞ്ഞല്ലോ എന്നങ്ങനെ പറയുന്നുണ്ട്.
അങ്ങനെ അവിടുന്ന് പോലീസ് അല്ല ഇവിടെ മറ്റേ അച്ഛൻ വന്നിട്ട് അറിയും ജാതി മതം എന്തായാലും മനുഷ്യനല്ലേ, ആ ജീവനാത്മാവിന് ശാന്തി കിട്ടട്ടെ പറഞ്ഞിട്ട് മൂപ്പര് അവരുടേതായ രീതിയിലുള്ള ഇതൊക്കെ ചൊല്ലി കൊടുക്കുന്നുണ്ട്. മറ്റേ എന്താ പറയാമെന്ന് എനിക്കറിയില്ല. അതൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ആ ബോഡിയുടെ അടുത്ത് നിന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ മുഖത്തുനിന്ന് മറ്റേ തുണിയൊക്കെ മാറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ തടിയൊക്കെ കെട്ടിയിട്ട് നമ്മളെ അനിയൻകുട്ട കിടക്കുന്നത് കാണുമ്പോൾ സങ്കടം വരും കേട്ടോ. അതിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓടിയ ഓട്ടാണ് അവർ മുഴുവനെ. പക്ഷെ എന്ത് ചെയ്യാം, അനിയൻകുട്ടനിട്ട് രക്ഷിക്കാനും പറ്റില്ല. അതിൻ്റെ ഇടയ്ക്ക് വേദ ഇങ്ങനെ തളർന്ന് നടക്കുമ്പോൾ ഡോക്ടർ വരികയാണ്. അപ്പോൾ വേദയല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അതെ സാർ എന്നറിയാം. അപ്പോൾ അതെ ഡോക്ടറെ എന്നറിയാം. അപ്പോൾ എനിക്കൊരു കാര്യം പറയാണ്ട് അറിയാം. അപ്പോൾ എന്താണെന്ന് ചോദിക്കുകയാണ്.